ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് പറയണം എന്നൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് എ മിറാക്കിൾ ഹ്യൂമൻസ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞു പോകും ഈ മനുഷ്യരെ പറ്റി. എടേ, നമ്മുടെ ഡിക്ഷണറിയിലുള്ള വാക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി. കാരണം ഇത്തരത്തിലുള്ള മനുഷ്യരെ വിശേഷിപ്പിക്കാൻ ആ ഒരു ഡിക്ഷണറിയിലുള്ള വാക്കുകൾ വിശേഷിപ്പിച്ച് മടുത്തു. അതിനി പോരാതെ പോയിരുന്നു. ഒരുവൻ പറങ്കികളുടെ പോരാളി, പോർച്ചുഗലിന്റെ രാജകുമാരൻ, ഫുട്ബോൾ ലോകത്തിന്റെ രാജാവ്, വീട് വിട്ട് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയവൻ, തൻ്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള മെയിൻ അവയവമായ ഹൃദയത്തിൽ പോലും പണി തന്നുകൊണ്ട് വിധി വെല്ലുവിളിച്ചപ്പോൾ അതിനെയെല്ലാം കാറ്റിൽ പറത്തി വിധിയെപ്പോലും വെല്ലുവിളിച്ച് സൗദി എന്ന രാജ്യത്ത് കാലുകുത്തിയ അന്ന് മുതൽ സൗദിയിലെ പുൽനാമ്പുകളെ പോലും തീ പിടിപ്പിച്ച് മുന്നേറുന്നവൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേറോ. ഇന്നലെ അൽ റഹീക്കെതിരെ അദ്ദേഹത്തിന്റെ ടീമായ അൽ നസറിന് കളിയുണ്ടായിരുന്നു. 4-1 അൽ നസർ ഇന്നലെ അൽ റഹിയെ തോപ്പിച്ചു വിടുമ്പോൾ അൽ റഹിയുടെ നെഞ്ചത്തേക്ക് ഒരു ബൈസൈക്കിൾ കിക്കിലൂടെയാണ് താൻ എവിടെയും പോയിട്ടില്ലെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചത്. അയർലൻഡിനെതിരെ റെഡ് കാർഡ് വാങ്ങിയെന്നും പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും പോയെന്ന് നിങ്ങൾ വിചാരിച്ചോ വിമർശകരെ എന്ന് അദ്ദേഹം ആ ഗോളിലൂടെ പറയാതെ ചോദിച്ചു. തന്റെ ഇന്നലെ അപ്പോൾ കോച്ചിങ് സ്റ്റാഫ് പോലും തലയിൽ കൈവച്ചു. 40ാമത്തെ വയസ്സിലും ഇങ്ങനെ ബ്രോ ക്രിസ്ത്യാനോ 40 വയസ്സായി എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നിങ്ങൾ ചെന്നേക്കരുത്. അദ്ദേഹം പറയും 40 വയസ്സും 4 വയസ്സും എനിക്ക് ഒരുപോലെയാണെന്ന്. അദ്ദേഹത്തിന് ഇനി 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഫിഫ വേൾഡ് കപ്പ് എന്ന ലോക ഫുട്ബോളിന്റെ വിശ്വമാമാങ്കത്തെ ലക്ഷ്യമിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, 1000 ഗോൾ എന്ന നേട്ടം ഒരു താരത്തിനും ഇതുവരെ സാധിക്കാത്ത നേട്ടം. 954 ഗോളായി അദ്ദേഹം ഇന്നലത്തെ മത്സരത്തോടെ. ഒന്ന് ആലോചിക്കണം. വെറും 46 ഗോളകരെ അദ്ദേഹത്തിന് ആ നേട്ടം കാത്തിരിക്കുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹം ഈ സീസണോ അല്ലെങ്കിൽ ഈ അടുത്ത സീസണിന്റെ ആദ്യമേ തന്നെ അത് നേടിയേക്കും. അങ്ങനെ ഒരുവൻ 1000 ഗോൾ എന്ന ലക്ഷ്യത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നു. ഫിഫ വേൾഡ് കപ്പ് എന്ന നേട്ടത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നു. മറുഭാഗത്തോ ചെഗ്വേരയുടെ നാട്ടിൽ നിന്ന് വന്നവൻ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന ഒരു രോഗം തൻ്റെ വളർച്ചയെ ബാധിച്ചപ്പോഴും തൻ്റെ ഫുട്ബോൾ എന്ന തൻ്റെ എല്ലാമായ ആ ഗെയിമിൻ്റെ തൻ്റെ കാലുകളെയും അതിനെ ഒരു കാരണവശാലും ബാധിക്കില്ല. തൻ്റെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യത്തെ അതൊരിക്കലും ചോദ്യം ചെയ്യില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് സ്പെയിനിലെ ബാഴ്സലോണയ്ക്ക് വണ്ടി കയറിയവൻ, ലോക ഫുട്ബോളിന്റെ മിഷ്ഹ സാക്ഷാൽ ലിയോ മെസ്സി, അർജന്റീനക്കാരുടെ മിഷ്ഹ സാക്ഷാൽ ലിയോ മെസ്സി. ഇന്നലെ അദ്ദേഹം കോൺഫറൻസ് അതായത് MLS കപ്പിന്റെ കോൺഫറൻസ് സെമി ഫൈനലിൽ 4-0 ഇന്റർ മയാമി ജയിക്കുമ്പോൾ ഇന്നലെ 1 ഗോളും 3 അസിസ്റ്റുമായി അദ്ദേഹം മിന്നിക്കത്തി കളിച്ചു. അദ്ദേഹത്തിന്റെ മഹനീയമായ കരിയർ ഇങ്ങനെ തുടരുകയാണ്. 38 വയസ്സായ അങ്ങേർക്ക് നിർത്തിപ്പൊക്കൂടെ, പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ വിമർശകരെ നിങ്ങളെല്ലാം മാളത്തിലൊളിച്ചോ? ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ലിയോ മെസ്സി എന്ന ആ മാന്ത്രികനെ വിളിച്ച് കുറഞ്ഞു പോകും അയാളെ. ആ മനുഷ്യൻ ഇങ്ങനെ തൻ്റെ ജൈത്രയാത്ര തുടരുന്നു അമേരിക്കൻ മണ്ണിൽ. ഒന്ന് ആലോചിക്കണം. ഇതുവരെ ഇന്റർ മയാമി MLS കപ്പിന്റെ കോൺഫറൻസ് സെമി ഫൈനൽ എന്നത് കണ്ടിട്ട് പോലുമില്ല. ആ മനുഷ്യനാണ് ലിയോ മെസ്സി എന്ന ആ ഇതിഹാസം. അവിടെ കാല് കുത്തിയതിനു ശേഷം പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ കോച്ച് ഹാവിയർ മഷ്റാൻ ഒരിക്കൽ പറയുകയുണ്ടായി, തോൽവി എന്നത് ഞങ്ങളുടെ ബ്രെയിനിൽ പോലുമില്ലെന്ന്. എന്തുകൊണ്ടാണ്? ലിയോ മെസ്സി എന്ന ആ മാന്ത്രികൻ അവിടെ നെഞ്ചും വിരിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം അവിടെ മുന്നിലുണ്ടെന്നുള്ള വിശ്വാസമാണ് ഓരോ ഇന്റർ മയാമി ആരാധകർക്കും. ഇന്നലെ കോൺഫറൻസ് സെമി ഫൈനലിൽ ചരിത്രത്തിൽ ആദ്യമായി ജയിക്കുമ്പോൾ മെസ്സിയുടെ പങ്ക് വിസ്മരിച്ചു കൂടാത്തതാണ്. നിങ്ങൾക്കറിയാമോ, ഈ അവസാന 7 മത്സരങ്ങളിലായി മെസ്സിയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ 11 ഗോളും 11 അസിസ്റ്റുമാണ്.
വാട്ട് എ വണ്ടർഫുൾ. ഇങ്ങനെ ആരടാ? ജിന്ന? ഇവർ രണ്ടുപേരും ആരാ? ജിന്നാണോ ഗൈസ്? എനിക്ക് അറിയില്ല. അപ്പം അവസാന 7 മത്സരങ്ങളിൽ ഇന്റർ മയാമി 25 ഗോളുകൾ നേടിയപ്പോൾ അതിൽ 22 ഗോൾ, ഐ റിപ്പീറ്റ് 22 ഗോളും ലിയോ മെസ്സിയുടെ വകയാണ്. അത് മാത്രമോ, ഈ വർഷം 2025 എന്ന ഈ വർഷത്തിൽ 71 ഗോളുകളാണ് അദ്ദേഹം 71 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം രാജ്യത്തിനും ക്ലബിനും വേണ്ടി നേടിയത്. അത് മാത്രമാണോ, 1300 എന്ന ഒരാൾ 1000 ഗോളിന് പിന്നാലെ സഞ്ചരിക്കുന്നു. അത് 46 ഗോൾ കോൺട്രിബ്യൂഷൻ അകലെ അത് എത്തുമ്പോൾ, ഗോളുകൾക്കകലെ അത് എത്തുമ്പോൾ ഒരാൾ 1300ാമത്തെ ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തുന്നു. ഇവരാരാടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ ഡെവിൾസിങ് ബ്ലഡിന് വേണ്ടി ദാഹിക്കത്തില്ലേ, അതേപോലെയാണ് ഇവർ ഗോളിനും അസിസ്റ്റിനും വേണ്ടി ഇങ്ങനെ ദാഹിക്കുന്നത്. എത്ര കിട്ടിയാലും മതിയാകില്ല ഇവർക്ക് രണ്ടുപേർക്കും. എത്ര എന്തെല്ലാം നേടിയാലും മതിയാകില്ല. 40ാം വയസ്സിൽ ഒരാൾ പയർ പോലെ കളിക്കുന്നു. 38ാം വയസ്സിൽ ഒരാൾ എന്താ പറയുക, അയാൾ പയർ പോലെ കളിക്കുന്നു. ഒരാൾ സൗദിയിൽ പുൽനാമ്പുകൾക്ക് പോലും തീ പിടിപ്പിച്ച് തൻ്റെ യാത്ര തുടരുമ്പോൾ ഒരാൾ അമേരിക്കൻ മണ്ണിൽ എതിരാളികളുടെ കല്ലറ തയ്യാറാക്കിക്കൊണ്ട് തൻ്റെ യാത്ര തുടരുന്നു. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ ഒരുപാടായി. അപ്പോൾ